എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആഘോഷിക്കാനും ന്യൂ ഇയർ ആഘോഷിക്കാനും ഒക്കെ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയായിരിക്കുമല്ലോ. ഇനി ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഓൺലൈൻ ആവാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ വല്ലതും പറയാനോ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ധാരാളമായിട്ട് പലതരം വൈറസുകൾ ഇൻഫെക്ഷൻസൊക്കെ വരുന്നുണ്ട്. ചിലർക്ക് പനി, ചിലർക്ക് ചുമ. ആ ചുമ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് നാൾ എടുക്കുന്നുള്ളൂ. അതൊരു ഡ്രൈ കോഫാണ്. നമുക്ക് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വരും. അപ്പോൾ ഈ ചുമ എനിക്കും പിടിച്ചായിരുന്നു. എൻ്റെ ശബ്ദം അടഞ്ഞുപോയി, അതുകൊണ്ടും കൂടെയാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ ഈ ചുമ വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ വൈറസൊക്കെ മാറിപ്പോകാനായിട്ട് മരുന്നൊന്നുമില്ല. നമ്മളെ തന്നെ ശക്തിയായിട്ട് ഇരുത്തുക എന്നുള്ളതാണ് അതിന് നമുക്കുള്ള മാർഗം. നമ്മളതിനെ വെയിറ്റ് ഇറ്റ് ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഗ്രാമ്പു ഈ ഒരു ഗ്രാമ്പു എടുത്ത് വായിലിട്ട് ചുമ വരുമ്പോൾ അതിനെ പല്ലിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ പല്ലുവേദന വരുന്ന പോലെ ഒന്ന് കടിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ തുപ്പൽ ഇറങ്ങുമ്പോൾ ഈ ഗ്രാമ്പൂവിൻ്റെ സ്വാദോടെ ഇറങ്ങും. അതിനൊരു എരിവുണ്ട്. അപ്പോൾ ആ എരിവ് താഴേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് നല്ല റിലീഫ് കിട്ടും. ഈ ഗ്രാമ്പൂ ചുമയ്ക്കുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. കഫം, ചുമ ഇതിനൊക്കെയുള്ളൊരു മരുന്നാണ്. ഒരുപാടൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ദിവസത്തിൽ ഒരു 2-3 ആവശ്യം വരുള്ളൂ. ഒന്ന് വായിൽ വെച്ചിട്ട് അതിനെ തുപ്പിക്കളയാതെ കുറേ നേരം വെച്ചുകൊണ്ടിരുന്നാൽ മതി. വായനാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഗ്രാമ്പു. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഇന്ന് പറയാൻ വന്നത് വേറൊരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, പല ആളുകൾക്കും ചോറ് കഴിക്കാതെ ഇരിക്കാൻ വയ്യ. നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും എപ്പോഴേലും ഒക്കെ ചോറ് നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ ചപ്പാത്തി കഴിക്കുന്നതും ചോറ് കഴിക്കുന്നതും ഡയബറ്റിസ് ഉള്ളവർക്ക് ഒരുപോലെ തന്നെയാണ്. ചപ്പാത്തിയിൽ ഗ്ലൂട്ടണൊക്കെ ഉള്ളത് കൊണ്ടും അത് ദഹിക്കാൻ താമസിക്കുന്നത് കൊണ്ടും ഒക്കെ രാത്രിയിൽ അത് കഴിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് എണ്ണി അളവ് വെച്ച് കഴിക്കാം. ചെറിയ ചപ്പാത്തി 1 എന്നൊക്കെ കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ചോറ് കഴിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയാൻ വരുന്നത്. ഒരു റിസർച്ച് നടത്തിയതിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രെഡ് ഫ്രീസ് ചെയ്ത് തിരിച്ചെടുത്ത് ടോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ബ്രെഡ് ഫ്രഷ് ബ്രെഡ് കഴിക്കുന്നതിനേക്കാളും നമ്മൾക്ക് ഷുഗർ കുറയ്ക്കും എന്നൊക്കെ. ഫ്രഷ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 200-ൽ ഷുഗർ ഇരുന്നിട്ട് നമ്മൾ പോയി ഒരു ബ്രെഡ് എടുത്ത് ഫ്രീസ് ചെയ്ത് തിരിച്ചെടുത്ത് ടോസ്റ്റ് ചെയ്ത് തിന്നുമ്പോൾ അത് 200-140 ആകും എന്നല്ല. 200-ൽ നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ എപ്പോഴും അത് 270 ആകുന്നതെങ്കിൽ ഇപ്പോൾ അത് 240-ൽ നിൽക്കും എന്നേ ഉള്ളൂ. ബ്രെഡ് ഒരു നല്ല ആഹാരമല്ല ഡയബറ്റിസ് ഉള്ളവർക്ക്. അത് ഷുഗർ സ്പൈക്ക്, അതിനകത്ത് ഫൈബറൊക്കെ കുറവായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ബ്രെഡിന് മാത്രമല്ല ഈ ഒരു ഗുണം ഉള്ളത്. ചോറിനും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചോറുണ്ടാക്കി ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതിൻ്റെ വിവരങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത്. ചോറ് ഉണ്ടാക്കിയിട്ട് അവർ 3 തരത്തിൽ ആ ചോറിനെ കഴിച്ചു നോക്കി. ഒന്നാമത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചോറ് എടുത്ത് കുക്ക് ചെയ്ത് ഫ്രഷായിട്ട് തന്നെ ഉള്ള ചോറ് കഴിച്ചു. പിന്നൊന്നാണെങ്കിൽ, ഇതെപ്പോൾ നടന്നതാണെന്നറിയാമോ? 2015-ലുള്ളതാണ്. ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ബ്രെഡിൻ്റെ കാര്യം. പക്ഷെ ചോറിൻ്റെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ചോറെടുത്ത് 100 ഗ്രാം, അപ്പോൾ അവർ ചോറെടുത്തിട്ട് കുക്ക് ചെയ്ത് ഫ്രഷായിട്ടും കുക്ക് ചെയ്ത് പുറത്ത് ഒരു 10 മണിക്കൂർ വെച്ചിട്ടും കുക്ക് ചെയ്ത ഉടനെ എടുത്ത് ഫ്രിഡ്ജിൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ അല്ലാത്ത കമ്പാർട്ട്മെൻറ്റിൻ്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രിയിൽ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ഡിഗ്രി, എൻ്റെ ശബ്ദം ഇപ്പോഴേ ശരിയായിട്ടില്ല, 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവർ ഒരു ദിവസം വെച്ചു. അതായത് ചോറ് വെച്ചത് എടുത്ത് അല്പം തണുത്തപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു ദിവസം വെച്ച് അടുത്ത ദിവസം എടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞെടുത്തു. അപ്പോൾ പുറത്ത് വെച്ചത് 10 മണിക്കൂർ കഴിഞ്ഞെടുത്തു. ഒരെണ്ണം ഫ്രഷായിട്ട് കഴിച്ചു. ഇത് 3ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി. അതിനകത്തുള്ള സ്റ്റാർച്ച്, ഈ സ്റ്റാർച്ചാണല്ലോ കാർബോഹൈഡ്രേറ്റ് പല വിധത്തിലുണ്ട്, ഷുഗേഴ്സ്, സ്റ്റാർച്ചസ് എന്ന്. അപ്പോൾ ഈ സ്റ്റാർച്ച്
നകത്ത് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു തരം സ്റ്റാർച്ച് എല്ലാ അരികൾക്കകത്തും എല്ലാത്തിലും ഉണ്ട്. ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്, റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് തന്നെ ദഹനത്തിൽ അതിൻ്റെ ദഹിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് വയറിൽ ചെന്ന ഉടനെ ദഹിക്കുകയില്ലാത്തതുകൊണ്ട് ആ സ്റ്റാർച്ച്, ചോറിനകത്തുള്ള റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് നമുക്ക് ഷുഗർ കൂട്ടത്തില്ല. അപ്പോൾ ഈ ചോറിനകത്തെ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് കൂട്ടാമെങ്കിൽ നമ്മുടെ 1 കപ്പ് ചോറിനകത്തുള്ള റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് അല്പം കൂട്ടിയാൽ നമ്മളുടെ ഷുഗർ ആ 1 കപ്പ് കൊണ്ടല്ലാതെ കൂടുന്നതിൽ നിന്നും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് എങ്ങനെയാണ്? അത് ഒരു സോളബിൾ ഫൈബറിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്നാൽ അതൊരു ഇൻസോളബിൾ ഫൈബറിനെ പോലെയുമാണ്. അതായത് കുടലിൽ നിന്ന് അത് ദഹിക്കുന്നില്ല, അത് നമ്മുടെ വൻകുടലിലേക്ക് പോകും. വൻകുടലിൽ ചെന്നാൽ അതൊരു സോളബിൾ ഫൈബർ പോലെ അതിനെ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയാസ് അതിനെ ദഹിപ്പിക്കും. സാധാരണ ഇൻസോളബിൾ ഫൈബർ, അതായത് സെല്ലുലോസ് എന്നൊക്കെ പറയുന്ന ചക്കയുടെ നാര്, അതൊക്കെയാണ് നമ്മളുടെ മലത്തിനെ സോഫ്റ്റാക്കി അതിൻ്റെ കൂടെ പുറന്തള്ളുകയും ചെയ്യും. എന്നാൽ ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് അങ്ങനെയല്ല. അത് കുടലിൽ ദഹിക്കുന്നില്ലെങ്കിലും വൻകുടലിൽ ചെന്നിട്ട് ദഹിക്കുമ്പോൾ അത് ചില ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കും. അത് നമ്മളുടെ കുടലിൻ്റെ ലൈനിങ്ങിന് ഉള്ള ഫുഡാണ്. അതുപോലെ തന്നെ ഗട്ടിലുള്ള ബാക്ടീരിയയ്ക്കുള്ള ഫുഡാണ്. അത് നമ്മുടെ കുടലിനെ ഏറ്റവും അധികം ഉപകാരം ചെയ്യുന്ന, ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധനമാണ് ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച്. അപ്പോൾ ഈ ചോറ് നമ്മൾ വെച്ച ഉടനെ കഴിക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചിനേക്കാളും കൂടുതലാണ് നമ്മൾ അത് പുറത്ത് വെച്ച് കഴിക്കുമ്പോൾ ഉള്ളത്. കുറേ നേരം കഴിഞ്ഞ് 10 മണിക്കൂർ കഴിഞ്ഞ് അവർ നോക്കിയത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് 24 മണിക്കൂർ ആയി കഴിഞ്ഞിട്ട് ആ ചോറിനെ തിരിച്ച് ചൂടാക്കി കഴിക്കുമ്പോൾ അതിനകത്ത് 2.5% കൂടുതലാണ്. 2.5 ടൈംസ് പെർസെൻറ്റേജ് അല്ല, ചോറിൻ്റെ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഉള്ള സാധാരണ ആ അരിയിലുള്ള റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചിൻ്റെ 2.5 ടൈംസ് കൂടുതലാണ് ഈ നമ്മൾ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും ചൂടാക്കിയ 24 മണിക്കൂർ 4 ഡിഗ്രിയിൽ വെച്ച് വീണ്ടും ചൂടാക്കിയ ചോറിൽ ആ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചിൻ്റെ അളവ് കൂടുകയും ഓരോന്ന് കഴിക്കുന്ന ആളുകളുടെ ഷുഗറും അവർ ചെക്ക് ചെയ്തു. ചൂടോടെ വെച്ച ഉടനെ കഴിക്കുന്നവർക്ക് ഷുഗർ കൂടും, വെച്ച് കഴിഞ്ഞ് 10 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നവർക്ക് ഷുഗർ കൂടും, പക്ഷേ ആദ്യത്തേതിനേക്കാളും കുറവ്. പിന്നെ 24 മണിക്കൂർ ഫ്രിഡ്ജിൽ 4 ഡിഗ്രിയിൽ വെച്ച് തിരിച്ചെടുത്ത് ചൂടാക്കുമ്പോൾ അത് ഈ 2 ആളുകൾക്ക് ഷുഗർ കൂടുന്നതിലും കുറവായിട്ടാണ് ഷുഗർ കൂടുന്നത്. അതായത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് നമ്മൾ പറയും. ഒരു ആഹാരം കഴിച്ചാൽ എത്ര ഷുഗർ കൂടും. ഗ്ലൈസീമിക് ഇൻഡെക്സ് ചൂടായിട്ട് ഉണ്ടാക്കിയ ചോറിന് ഹയസ്റ്റ്, 10 മണിക്കൂർ കഴിഞ്ഞ് പുറത്ത് വെച്ച് തണുപ്പിച്ച ചോറിന് സെക്കൻഡ്, ഏറ്റവും 24 മണിക്കൂർ 4 ഡിഗ്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റീഹീറ്റ് ചെയ്ത ഇതിൽ തേർഡ്. ലോവസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച ചോറിനും അതിനേക്കാളും ഹൈ തണുപ്പിച്ച ചോറിനും ഏറ്റവും കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളത് നമ്മൾ ഫ്രഷ് ചോറിനും ആണ്. അപ്പോൾ ഇതിൻ്റെ റിസർച്ചിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി എൻ്റെ മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇതിൽ. നമ്മളുടെ നാട്ടിൽ നമ്മൾ കഴിക്കുന്നത് കുക്ക് ചെയ്ത് കൂൾ ചെയ്ത അരിയാണ്, പുഴുക്കലരി. ആ അരിയെ വലിയ വാർപ്പിലൊക്കെ ഇട്ട് പുഴുങ്ങുമ്പോൾ അതിനകത്തുള്ള അരി വേവും, ചോറ് വെന്തിരിക്കും. അതതിൻ്റെ തോടോടെയാണ് ഈ വേവുന്നത്. ആ തോടിനകത്തുള്ള ന്യൂട്രിയൻസൊക്കെ ഈ അരിയിൽ കുറേ കലരുകയും ചെയ്യും. പിന്നീട് നമ്മൾ അതെടുത്ത് കൂൾ ചെയ്ത് ഉണക്കി അത് കുത്തി നമുക്ക് അരിയായിട്ട് വരും. അപ്പോഴത്തേക്കും അതിനകത്തുള്ള റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പിച്ച അരിക്കുണ്ടായ ആ മാറ്റം ഈ അരിയിൽ പുഴുക്കലരിയിൽ എന്തായാലും വരും. പിന്നെ അടുത്ത ഇതെന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ പുഴുക്കലരി വാങ്ങിക്കുമ്പോൾ ഇരിപ്പുഴുക്കരി എന്നും പകുതി ചെറുതായിട്ട് പുഴുങ്ങിയ അരിയും പുഴുക്കലരിയും നമുക്ക് കിട്ടും. ഇരിപ്പുഴുക്കരി എന്ന് പറയുന്നത് വേവാൻ വളരെയധികം നേരം എടുക്കും. വെറുതെ ഉള്ള പുഴുക്കലരി അത്രയും നേരം എടുക്കുകയില്ല. നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ കുക്ക് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഈ അരിയുടെ കുക്ക് ആൻഡ് കൂൾ ചെയ്യുമ്പോഴേക്കും അരിയുടെ പാകം ചെയ്യാനുള്ള
എളുപ്പം അല്ലാതെ ആകുന്നു. നമ്മൾ കുക്ക് ചെയ്ത് നെല്ല് കൂൾ ചെയ്യുന്ന 2 പ്രാവശ്യമൊക്കെ പുഴുങ്ങി കൂൾ ചെയ്യുമ്പോൾ ആ നെല്ല് വളരെ ഹാർഡാകും. ആ അരി നല്ല ഹാർഡ് അരിയായിരിക്കും, വേവാനൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ ആ അരികളിൽ നാച്ചുറലായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഈ വേകാനുള്ള പ്രയാസം അതിനകത്തുള്ള സ്റ്റാർച്ച് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചായിട്ട് മാറുന്നത് കൊണ്ടാണ്. നമ്മുടെ പച്ചരിയാണെങ്കിലോ ഒന്ന് തിളച്ചാൽ ഉടനെ അത് വേവും. അതുപോലെ തന്നെയാണ് ദഹിക്കാൻ പോകുമ്പോഴും ഉള്ള കാര്യം. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കണം നിർബന്ധമുണ്ടെങ്കിൽ നമുക്കിത് 10 മണിക്കൂർ പുറത്ത് വെച്ച് കഴിക്കാം. 10 അല്ലെങ്കിൽ ചോറ് കുക്ക് ചെയ്ത് കൂൾ ചെയ്യുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 4 ഡിഗ്രി ആയിരിക്കണം ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ. അതിൽ 4 അല്ല 5 ആയാലും 6 ആയാലും ഈ ഇഫക്റ്റ് ഉണ്ട്. 4 ഡിഗ്രിയിലാണ് അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. 4 ഡിഗ്രിയാണ് മിക്കവാറും ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ. അപ്പം 4 ഡിഗ്രിയിൽ വെച്ച് 24 മണിക്കൂർ വെച്ചിട്ട് ആ അരി എടുത്ത് ആ ചോറെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഷുഗർ കൂടുന്നത് കുറയും. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം കൂടും. കാരണം റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഇതിൽ കൂടിയിരിക്കുന്നത് കൊണ്ട്. നമ്മളപ്പോൾ ആ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ ഈ നമ്മുടെ ഡോക്ടർ ശ്രീജിത്ത് പറയുന്ന പോലെ കുറേ പച്ചക്കറികൾ, അത് അൺകുക്ക്ഡ്, പുഴുങ്ങിയോ കുക്ക് ചെയ്തോ, ഒരുപാട് കുക്ക് ചെയ്താൽ അതിനകത്തുള്ള ഇൻസോളബിൾ ഫൈബേഴ്സൊക്കെ വളരെ സോഫ്റ്റ് ആവും. നമ്മൾ സാലഡായിട്ടോ വെള്ളരിക്കയൊക്കെ പച്ചയ്ക്ക് കഴിക്കാം. വെള്ളരിക്ക, ടൊമാറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ച് അതിൻ്റെ കൂടെ ഈ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഇൻസോളബിൾ ഫൈബേഴ്സും മൈക്രോ ന്യൂട്രിയൻസും കൂടുതലായിട്ട് കിട്ടും. നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസും കിട്ടും, ഇൻസോളബിൾ ഫൈബേഴ്സും കിട്ടും. അപ്പോൾ നമുക്ക് ഷുഗർ കൂടുന്നത് വീണ്ടും കുറയും. നമ്മൾ അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് 1 കപ്പിൽ നിന്ന് 3/4 കപ്പാക്കി ബാക്കി പയർ ഉൾപ്പെടുത്തുമ്പോൾ പയറിനകത്ത് ഒരുപാട് സോളബിൾ ഫൈബേഴ്സൊക്കെ ഉണ്ട്, പ്രോട്ടീനുണ്ട്. കഞ്ഞിയോ ചോറോ അതിൻ്റെ കൂടെ ഒരു നോൺ വെജിറ്റേറിയനോ അല്ലെങ്കിൽ ഒരു പയറുപരിപ്പ് വർഗ്ഗമോ ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ പ്രോട്ടീൻ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ചോറിൻ്റെ കൂടെ നമ്മൾ ചോറ് ഇച്ചിരി കുറച്ച് പരിപ്പോ പയറോ വെക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ചെറുപയറാണ്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെറുപയറിനെ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ചെറുപയറോ മുളപ്പിച്ച ചെറുപയറോ കൂടെ ഉൾപ്പെടുത്തി, അതപ്പോൾ പച്ചക്കറി കഴിക്കുന്ന പോലെ ആകും അതിനകത്ത്, അത് കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ചോറ് തണുപ്പിച്ച്, അതായത് ഇന്ന് വെച്ച ചോറ് നാളെ ഉച്ചയ്ക്ക് ചൂടാക്കി കഴിച്ചാൽ നമുക്ക് ഷുഗർ കൂടുന്നത് കുറയും എന്നാണ് പഠന റിപ്പോർട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ പുറത്ത് വെച്ച് 10 മണിക്കൂർ കഴിഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ, അങ്ങനെ പലപ്പോഴും കഴിക്കും, ചോറ് വെച്ചിട്ട് ഉച്ചയ്ക്കും രാത്രിയിലും ആ ചോറ് തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ പുറത്ത് വെച്ചിട്ട് കഴിക്കും. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ആറിക്കഴിയുമ്പോൾ ആ ചോറ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ, നമ്മുടെ സ്റ്റീൽ ഡബ്ബകളുണ്ടല്ലോ, അതിലടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ബാക്ടീരിയ ഒക്കെ ആ ചോറിൽ ആക്ട് ചെയ്യും. നമ്മൾ അറിയത്തില്ല ചോറ് വളിച്ചു പോയി എന്നൊന്നും തോന്നുന്ന രീതിയിലാകുകയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ ചോറ് വളിച്ചു പോകും. അത് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തതിനെ പഴങ്കഞ്ഞിയാക്കുമ്പോൾ അത് വളിച്ചു പോകുന്നില്ല. കാരണം ആ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് അത് പുളിക്കാനുള്ള ചില ബാക്ടീരിയയാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ കൂടെ പാസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ചോറ് വെറുതെ വെളിയിൽ വെച്ച് പിറ്റേ ദിവസം മണത്ത് നോക്കിയാലും വെള്ളം ഒഴിച്ച് വെച്ച് മണത്ത് നോക്കിയാലും അതിന് വ്യത്യാസമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു സന്തോഷമുള്ള വാർത്തയാണ്. ഈ ചോറ് കഴിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ചോറ് കഴിച്ചേ പറ്റുള്ളൂ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്, എനിക്ക് ചോറ് കഴിച്ചേ പറ്റുകയുള്ളൂ, ഞാൻ ഹാർഡ് ലേബർ ചെയ്യുന്നതാണ്, ഉച്ചയ്ക്ക് എനിക്ക് ചോറ് ഉണ്ണണം എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒരു സമ്പ്രദായം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഷുഗർ കൂടുന്നത് കുറയും. അതിൻ്റെ കൂടെ പച്ചക്കറികളും പയറും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതൊന്നും അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് വേറെ ചില ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഒക്കെ ഉണ്ട്, അത് കാര്യങ്ങൾ പുറകെ പറയാം. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഫൈബർ സപ്ലിമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, അത് പുറകെ പറയാം. നമുക്കിപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും ചോറ് കഴിക്കേണ്ടവർ ഈ രീതിയിൽ കഴിച്ചു നോക്കുക. ഇത് വയറിനെ ഒന്നും അപ്സെറ്റ് ചെയ്യത്തില്ല. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. കാരണം അത് നമ്മൾ ശുദ്ധിയായിട്ട് അപ്പോൾ തന്നെ പാത്രത്തിലാക്കി വെച്ച് ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ടൈറ്റായിട്ട് അടച്ച് പുറത്ത് വെക്കണം. ഞാൻ പുറത്ത് വെക്കാറേ ഇല്ല, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. രാത്രി എടുക്കാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. കോവിഡ് വരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത്. സ്വന്തം ആരോഗ്യം സൂക്ഷിക്കുക. അതുപോലെ തന്നെ നല്ല സന്തോഷകരമായ ക്രിസ്മസും
പുതുവത്സരവും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം. വീണ്ടും ന്യൂ ഇയറിന് ശേഷം നമുക്ക് കാണാം.